നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നടുവണ്ണൂർ പഞ്ചായത്തിലെ 6ാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുവണ്ണൂർ ദയ റെസിഡൻഷ്യൽ അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് അനിത സി ഉദ്ഘാടനം ചെയ്തു. വിശ്വസ്തതയും ബന്ധങ്ങളും വിട്ടകലുന്ന ഈ കെട്ടകാലത്ത് നടുവണ്ണൂർ പഞ്ചായത്തിലെ 6ാം വാർഡ് കരുവണ്ണൂരിലെ 190ഓളം കുടുംബങ്ങൾ ചേർന്ന് ദയ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ദയ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും സാംസ്കാരിക സമ്മേളനവും ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത ഉദ്ഘാടനം ചെയ്തു. 190 കുടുംബത്തെ ഒരുമിച്ച് ഒരു കുട കീഴിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ സാഹസപ്പെട്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ്. ഈ ഒരു സാഹസപ്പെട്ടുള്ള ഈ പ്രവർത്തനത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഏതൊരു പ്രവർത്തനവും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയും. 190 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ ഓരോരുത്തരും ഇതിൽ പങ്കാളികളുമാണ്. ആ പങ്കാളികളാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നിങ്ങളുടെ ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ച സമയം മുതൽ കോവിഡ്, പ്രളയം എന്നീ കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയതാണ്. ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തൊരുമിച്ച് പിടിച്ചു നിന്ന് പ്രവർത്തിച്ച ആളുകളാണ്. അസോസിയേഷൻ പ്രസിഡന്റ് VK ഖാദർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളിവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് തുടങ്ങിയത്. ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഒക്കെ തുറക്കുമ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ സങ്കടകരമായ ഉള്ളുലയ്ക്കുന്ന നിലവിളിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മകൾ അച്ഛൻ്റെ വേർപാടിൽ ആകുലപ്പെട്ടു നിൽക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് പുതിയ കാലത്തുള്ള ഒരു ക്രൂരമായ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. വാർഡ് മെമ്പർ സദാനന്ദൻ പാറയ്ക്കൽ, അമ്മദ് കുട്ടി KK, ശിവരാമൻ C, മനോജ് മാസ്റ്റർ അഴകത്ത്, സത്യൻ P, ഉമ്മർകോയ ഒതയോത്ത്, ബാബു വടക്കയിൽ, ശ്രീധരൻ ചേണിക്കണ്ടി, ലാൽ ജ്യോതി, KK ബാലൻ, പ്രകാശൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മനോജ് KM സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അമീർ NK നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നറുമുഖയേ നീ ഒരു നാഴികനില്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.